അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ആയിരുന്നു. അതായത് ഡിവൈഡ് ആൻഡ് കോൺകറിൽ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ എ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഇസ് എ പ്രൊസീജിയർ whose flow of control is clear but whose precise operations are specified by another procedures എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അനദർ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ 100% ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ പ്രോഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ലാത്ത ഹിഡൻ ആയിരിക്കും. പക്ഷെ അതിന് ഓരോരോ സ്റ്റെപ്പിലും ചെയ്യുന്നത് 1 by 1 ആയിട്ട് തൊട്ട് മുന്നേ ഒന്നിനോട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. അങ്ങനെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നവരാണ് ഡിവൈഡ് ആൻഡ് കോൺകർ, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. ദെൻ പി മീൻസ് അതിൽ ഉപയോഗിക്കുന്ന പ്രോബ്ലം ആണ്. പി എന്ന് പറയുന്നത് അതിന്റെ പ്രോബ്ലം ആണ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. നെക്സ്റ്റ് ഇനി നമ്മൾ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ കൺട്രോൾ അബ്സ്ട്രാക്ഷനിൽ മിനിമൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പഠിച്ചേക്കുന്ന ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡിൽ ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്താണോ, നമ്മുടെ ഒരു വലിയൊരു പ്രോബ്ലം ആയിരിക്കും. ആ പ്രോബ്ലത്തിന് നമ്മുടെ അൽഗോരിതത്തിന് നമ്മൾ മാത്തമാറ്റിക്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ടൈമിലേക്ക് ഇതിലേക്ക് അൽഗോരിതം മെത്തേഡിലേക്ക് പറയുമ്പോൾ അതിന് നമ്മൾ പ്രോബ്ലം എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന സ്ട്രാറ്റജിയും യൂസ് ചെയ്യുന്നത് വലിയ ലാർജ് ആയിട്ടുള്ള വരുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആ സൊല്യൂഷനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചെറുതാക്കും. അതായത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈഡ് ആൻഡ് കോൺകർ നമുക്ക് എവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു പ്രൊസീജിയറാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ അൽഗോരിതം ഡിവൈഡ് ആൻഡ് കോൺകർ പി. ഡിവൈഡ് ആൻഡ് കോൺകർ പി മീൻസ് പ്രോബ്ലം. നമ്മുടെ എന്തായാലും വരുന്ന പ്രോബ്ലം ഏതാണോ ആ പ്രോബ്ലത്തിനെയാണ് നമ്മൾ പറയുന്നത് പി എന്ന് പറയുക. അപ്പോൾ ഏതാണ് നമുക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് പി പറയുന്നത്. അൽഗോരിതത്തിന്റെ പേര് നോക്കുക, അൽഗോരിതം ഡിവൈഡ് ആൻഡ് കോൺകർ പി. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന അൽഗോരിതം വർക്ക് ചെയ്യുമ്പോൾ ആ അൽഗോരിതം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും സ്മോൾ ആക്കും. അങ്ങനെ സ്മോൾ ആക്കിയ പ്രോബ്ലത്തിനെയാണ് സ്മോൾ പി. ദ ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്മോൾ പി എന്ന് പറഞ്ഞാൽ, അതായത് സ്മോൾ പി എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നത് എസ് പി ഓൾസോ റെപ്രസെന്റ്സ് സ്മോൾ പി. അപ്പൊ സ്മോൾ പി മീൻസ് നമ്മുടെ ഉണ്ടായിരുന്ന ലാർജ് സെറ്റിൽ ഉണ്ടായിരുന്ന അൽഗോരിതം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് 1000 ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു വയ്ക്കാം. 1000 ഇൻപുട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്മോൾ പി എന്ന് പറയുന്നത് 10 ഇൻപുട്ടുകളെയാണ് നമ്മൾ സ്മോൾ പി എന്ന് പറയുക. അപ്പൊ 1000 ഇൻപുട്ടുകൾ ഉണ്ടായിരുന്ന അൽഗോരിതത്തിനെ ഡിവൈഡ് ചെയ്തു. ഈ 1000 ഇൻപുട്ടുകളുള്ള അൽഗോരിതം ആയിരിക്കും ഈ പി എന്ന് പറയുന്നത്. അതിനെ ഡിവൈഡ് ചെയ്തു, അതിനെ സ്മോൾ പി ആക്കണം. സ്മോൾ പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഈ സ്മോൾ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്മോൾ പി. ഈ സ്മോൾ പി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ സ്മോൾ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1000 പ്രോബ്ലം ഉണ്ടായിരുന്നതിനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അതിനകത്ത് പി ആക്കുക എന്നുള്ളതാണ്, ഏറ്റവും സ്മോളസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. 1000 ഉണ്ടായിരുന്നതിന് ഡിവൈഡ് ചെയ്ത് സ്മോൾ പി ആക്കി ആ സ്മോൾ പി ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ 1000 ഇൻപുട്ടുകൾ ഉണ്ടായിരുന്ന പ്രോബ്ലം നമ്മുടെ അൽഗോരിതത്തിലേക്ക് പ്രൊവൈഡ് ചെയ്തു. അൽഗോരിതം എന്ന് പറയുന്നത് സ്മോൾ പി എന്ന് പറയുന്ന അൽഗോരിതമാണ്. ഈ സ്മോൾ പി എന്ന് പറയുന്ന അൽഗോരിതത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് എസ് പി ആയിരിക്കും റിസൾട്ട്. ഈ എസ് പി എന്ന് പറയുന്നത് 10 ഇൻപുട്ടുകൾ മാത്രമുള്ള ഒരെണ്ണമായിട്ടായിരിക്കും കിട്ടുന്നത്. ക്ലിയർ? ഇനി അങ്ങനെയല്ല, സ്മോൾ പിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അതായത് സ്മോൾ പി എന്ന് പറയുന്നതിൽ നമ്മൾക്കിപ്പോൾ റിട്ടേൺ ചെയ്തിട്ടുള്ളത് 10 എണ്ണമല്ല, കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എൽസ് പാർട്ട് ഡിവൈഡ് പി ഇൻറ്റു സ്മോളർ ഇൻസ്റ്റൻസ് P1, P2, P3 എക്സെട്ര Pk. അതായത് നമുക്ക് നേരത്തെ അപ്പോൾ സ്മോൾ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് 10 ഇൻപുട്ടുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സ്മോൾ പി എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത് 10 ഇൻപുട്ടുകൾ മാത്രം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ്, അതാണ് സ്മോൾ പി. അതിന്റെ റിസൾട്ട് ആണ് എസ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്മോൾ പി എന്നതിലേക്ക് കൊടുക്കാനുള്ള അല്ല നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് ഒരുപാട് ലാർജ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ആ ലാർജ് ആയിട്ടുള്ളതിനെ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ദാറ്റ് ഈസ് എസ് പി എന്ന് പറയുന്നതാണ് സ്മോൾ ആയിട്ട് കിട്ടി. ഇനി അങ്ങനെയല്ല, നമുക്ക് 10ൽ കൂടുതൽ ഇൻപുട്ടുകളുള്ള ഒരെണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ പി എന്ന് പറയുന്ന പ്രോബ്ലം ലാർജ് സൈസുള്ള പ്രോബ്ലം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് പി ഇൻറ്റു സ്മോളർ ഇൻസ്റ്റൻസ് P1, P2, P3 etc. Pk where k greater than or equal to 1.
അപ്ലൈ ഡിവൈഡ് ആൻഡ് കോൺകർ. അതായത് പി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്മോളസ്റ്റ് ആക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അതിന് P1 P2 P3 എക്സ്ട്രാ Pk എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് 100 സബ് ആയിട്ട് വരുന്ന P1 ഉണ്ടാവും, P1 to P100 വരെ ഉണ്ടാവും. കാരണം ഓരോന്നിന്റെ സൈസ് എന്ന് പറയുന്നത് 10 എണ്ണം വെച്ചിട്ടാണ്. ടോട്ടൽ നമുക്ക് 1000 ഇൻപുട്ടുകളാണുള്ളത്. അപ്പോൾ P100 വരെ ഉണ്ടാവും. എന്ത് ചെയ്യും? ഈ P100 വരെ ഉള്ളത് ആണ് P1 P2 എക്സെട്രാ അപ് ടു Pk. ആൻഡ് അപ്ലൈ ഡിവൈഡ് ആൻഡ് കോൺകർ ടു ഈച്ച് ഓഫ് ദീസ് സബ് പ്രോബ്ലം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഓരോ സബ് പ്രോബ്ലത്തിലും ഈ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ SP1 ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് SP1 കിട്ടും. അതായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ SP2 കിട്ടും. ലാസ്റ്റ് പറഞ്ഞ റിസൾട്ട് എന്ന് പറയുന്നത് SP100. SP100 എന്ന് പറയുന്ന സ്മോളസ്റ്റ് സബ് പ്രോബ്ലം ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ദെൻ അങ്ങനെ റിട്ടേൺ ചെയ്ത് സബ് പ്രോബ്ലം ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്യുന്നതായിരിക്കും ആദ്യത്തെ കിട്ടിയതിന്റെ റിസൾട്ട്, ദാറ്റ് ഈസ് ഡിവൈഡ് ആൻഡ് കോൺകർ ഓഫ് P1 അതിന്റെ റിസൾട്ട്, ഡിവൈഡ് ആൻഡ് കോൺകർ ഓഫ് P2 സെക്കൻഡ് റിസൾട്ട്, ഡിവൈഡ് ആൻഡ് കോൺകർ ഓഫ് Pk അല്ലെങ്കിൽ P3 P2 P5 P6 എക്സെട്രാ അപ് ടു ലാസ്റ്റ് വൺ. ആ ലാസ്റ്റ് വൺ വരെയുള്ള അതിന്റെ റിസൾട്ട് ആയിരിക്കും ഇങ്ങനെ കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന നമ്മുടെ പ്രോബ്ലം എന്താണോ, നമ്മുടെ അൽഗോരിതം സ്മോളസ്റ്റ് പി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ വന്നു. ആ ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ പി ലാസ്റ്റ് വരുന്ന അൽഗോരിതം ഏതാണോ ദാറ്റ് ഈസ് ഡിവൈഡ് ആൻഡ് കോൺകർ പി ഇഫ് സ്മോൾ പി. അൽഗോരിതം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡിവൈഡ് ആൻഡ് കോൺകറിന്റെ കോമൺ അൽഗോരിതമാണ്. കാരണം നമ്മുടെ ഈ അൽഗോരിതം അനാലിസിസിൽ നമ്മുടെ എക്സാം എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ അൽഗോരിതം എഴുതണം. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അൽഗോരിതം ഉണ്ടാവും. ആ അൽഗോരിതം കൂടെ എഴുതിയാൽ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നിങ്ങളോട് ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞു. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഏതെങ്കിലും നമുക്ക് സിയിലോ CPP-ലോ പഠിച്ചേക്കുന്ന ഏത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡിവൈഡ് ആൻഡ് കോൺകർ വെച്ചിട്ട് ചോദിക്കാം. എഴുതാൻ പറ്റുമോ നിങ്ങളോട് ചോദിക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറയാം. അതിപ്പോൾ ഒരു എസ്എ ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ അൽഗോരിതം ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന റൂള് ആദ്യം പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ അൽഗോരിതം എഴുതണം. അൽഗോരിതം എഴുതിയാൽ കുറച്ച് മാർക്ക് എന്തായാലും കിട്ടും. അപ്പൊ അൽഗോരിതം ചെയ്യുന്ന ഒന്നും കൂടെ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന അൽഗോരിതം നമ്മൾ ചെയ്തേക്കുന്ന ലാർജ് പ്രോബ്ലത്തിന് സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന സബ് പ്രോബ്ലംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ അൽഗോരിതം. ഇതൊരു കോമൺ അൽഗോരിതമാണ്. എത്രയാണ് അതിന്റെ ഇൻപുട്ട് സൈസ് എന്നൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്കുണ്ടാകുന്ന പ്രോബ്ലം ദാറ്റ് ഈസ് പി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് സ്മോൾ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് കിട്ടാൻ സാധിക്കുന്ന അത്രയും ചെറിയ സബ് പ്രോബ്ലം, അതാണ് സ്മോൾ പി. ആ ഇൻപുട്ടുകൾ അതിനിപ്പോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു 1000 ഇൻപുട്ടുകളുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ എനിക്ക് 1000 ഇൻപുട്ട് വെച്ച് ചിലപ്പോൾ അതിന് ആൻസർ കിട്ടണമെന്നില്ല. എനിക്ക് 10 ഇൻപുട്ടുകൾ വെച്ചിട്ടായിരിക്കും അതിന് ആൻസർ കിട്ടുള്ളൂ. അങ്ങനെയാണ് സ്മോൾ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന 10 ഇൻപുട്ടുകളൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ 10 ഇൻപുട്ടുകൾക്ക് വേണ്ടി വെച്ച് വർക്ക് ചെയ്ത ആ പ്രോബ്ലം ദാറ്റ് ഈസ് സ്മോൾ പി. അതാണ് നമ്മുടെ സ്മോൾ പി. ആ സ്മോൾ പി കിട്ടിയേക്കുന്ന റിസൾട്ടാണ് SP എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നോക്കും നമ്മൾ ഇതിലേക്കുന്ന പ്രോബ്ലം സ്മോൾ ആണോ എന്ന് നോക്കും. നമ്മുടെ ഇവിടുത്തെ കൺസെപ്റ്റില് സ്മോൾ മീൻസ് 10 ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്മോൾ ആവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന എക്സാമ്പിളില്. നമ്മുടെ എക്സാമ്പിൾ നമ്മൾ പറയുന്ന എക്സാമ്പിളുകൾ അങ്ങനെയാണ്. 10 ഇൻപുട്ടുകൾ ഉള്ളതാണെങ്കിൽ മാത്രമേ സ്മോൾ ആവുള്ളൂ. അപ്പൊ 10ൽ കൂടുതൽ ഇൻപുട്ടുകളുള്ള ഒരെണ്ണമാണ് വരുന്നതെങ്കിൽ അതാണ് എൽസ് പാർട്ട്. ഡിവൈഡ് പി ഇൻറ്റു സ്മോളർ ഇൻസ്റ്റൻസ്. അതായത് എത്രയാണോ നമ്മൾ സ്മോൾ ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ആ കൺസിഡർ ചെയ്തേക്കുന്ന അത്രയുമായിട്ട് P1 P2 എക്സെട്രാ അപ് ടു Pk ലാസ്റ്റ് വരെ എടുക്കും. ദെൻ അപ്ലൈ ഡിവൈഡ് ആൻഡ് കോൺകർ ടു ഈച്ച് സബ് പ്രോബ്ലം. ഓരോന്നിലും ഈ പ്രോബ്ലം അപ്ലൈ ചെയ്യും. അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്ലൈ ചെയ്തു 10 ഉള്ളതായി 10 ആയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും, SP കിട്ടും. ആ റിസൾട്ടാണ് P1 എന്ന് പറയുന്നത്. ദെൻ കമ്പൈൻ ഡിവൈഡ് ആൻഡ് കോൺകർ P1 P2 എക്സെട്രാ അപ് ടു Pk. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഈ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്? TN ഡിവൈഡ് ആൻഡ് കോൺകറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾക്കാണ് പറയുന്നത് TN. എപ്പോഴായിരിക്കും നമ്മൾ ഈ TN എന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ടി വരുന്നത്? ഒന്ന്, നമുക്ക് ഏതെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 2 ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് f എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. f ആണെങ്കിൽ f എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ദെൻ അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് g എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ f ഉം g ഉം ആണ് എല്ലായിടത്തും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് t എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. കാരണം t എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ കാരണം ഈ t ന്റെ
സൈസ് നമ്പർ ഓഫ് ഇൻപുട്ടുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ടി ഓഫ് എൻ ഇസ് ദ ടൈം ഫോർ ഡിവൈഡ് ആൻഡ് കോൺകർ ഓൺ എൻ ഇൻപുട്സ്. അതായത് ഓരോ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇൻപുട്ടുകൾ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇതിനെ വേണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് എഫ് ഓഫ് എൻ എന്ന് പറയാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് എഫ് ഓഫ് എൻ എന്ന് പറയാം. ടി ഓഫ് എൻ വൺ, ടി ഓഫ് എൻ ടു, ടി ഓഫ് എൻ ത്രീ എക്സെട്രാ ടു. എഫ് ഓഫ് എൻ എന്ന് വേണമെങ്കിൽ ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ അതിനെ എഫ് ഓഫ് എൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫംഗ്ഷനിലേക്ക്, നമ്മുടെ അൽഗോരിതത്തിന്റെ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര ഇൻപുട്ടുകളുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ നോക്കിയാൽ 10 എണ്ണം വെച്ചിട്ടായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 10 എണ്ണം വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ആ ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്യണം, അതിനെയാണ് പറയുന്നത് ടി ഓഫ് എൻ. ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ is the time to complete the answer directly for small inputs. നമ്മൾ എടുത്തേക്കുന്ന ഫംഗ്ഷൻ, നമ്മൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്തപ്പോഴും അതിന് 10 എണ്ണമേ ഉള്ളൂ, 10 ഇൻപുട്ടുകൾ മാത്രമേ ഉള്ളൂ. 10 ഇൻപുട്ടുകൾ മാത്രമേ ഉള്ളെങ്കിൽ ജി ഓഫ് എൻ എന്ന് പറയുന്നത് ജി ഓഫ് എൻ ആയിരിക്കും ഡയറക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ, ഇൻപുട്ടുകൾ മാത്രമുള്ള ഫംഗ്ഷൻ, അതാണ് ജി ഓഫ് എൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് എൻ is the time for divide and conquer and combine. അപ്പോൾ ഇതെല്ലാത്തിനും കൂടെ കൂടി എഫ് ഓഫ് എൻ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഈ എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇതല്ല, എല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ, രണ്ടും കറക്റ്റ് ആണ്, ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ, അതായത് ടി ഓഫ് എൻ വൺ, ടി ഓഫ് എൻ ടു എല്ലാം കൂടെ കൂടി എല്ലാത്തിനും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് എഫ് ഓഫ് എൻ. അതായത് 1000 ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ 1000 ഇൻപുട്ടുകളും ഫീഡ് ചെയ്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് റിസൾട്ട് ആക്കി എടുക്കാൻ പറ്റുന്ന സമയം, ദാറ്റ് ഈസ് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ചെയ്തപ്പോൾ ജി ഓഫ് എൻ മീൻസ് എൻ ഈസ് സ്മോൾ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും മിനിമം സ്റ്റേജ് വരെ എത്തി, നമ്മൾ പിന്നെ ഒന്നിനെയും അതിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ദാറ്റ് ഈസ് ജി ഓഫ് എൻ. അടുത്ത് പറഞ്ഞത് ടി ഓഫ് എൻ വൺ, ടി ഓഫ് എൻ ടു, ടി ഓഫ് എൻ ത്രീ എക്സെട്രാ അപ് ടു ടി ഓഫ് എൻ കെ പ്ലസ് എഫ് ഓഫ് എൻ. എഫ് ഓഫ് എൻ മീൻസ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത്. കാരണം നമുക്ക് കമ്പൈൻ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 100 എണ്ണം ഉണ്ടാവും. അപ്പോൾ എത്ര എണ്ണമായിട്ട് കമ്പൈൻ ഡിവൈഡ് ചെയ്യണം, ഓരോ പ്രാവശ്യമായി ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഫംഗ്ഷനെയാണ് ടി ഓഫ് എൻ വൺ, ടി ഓഫ് എൻ ടു എന്ന് പറയുക. അപ്പോൾ ഈ ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ അൽഗോരിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണത്. ദെൻ അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകറിന്റെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺട്രോൾ അബ്സ്ട്രാക്ഷൻ, അപ്പോൾ ഏത് ഡിവൈഡ് ആൻഡ് കോൺകറിന്റെ ഏത് പ്രോബ്ലം കൺട്രോൾ അബ്സ്ട്രാക്ഷൻ വെച്ച് ചെയ്യാൻ പറഞ്ഞാലും ഈ അൽഗോരിതവും ഇതിന്റെ എക്സ്പ്ലനേഷനും കമ്പൽസറി ആണ്. അൽഗോരിതം മാത്രം എഴുതിയത് കൊണ്ട് മാർക്ക് കിട്ടില്ല, അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. എക്സ്പ്ലനേഷൻ വളരെ വ്യക്തമായിട്ട് ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. ദെൻ ഇനി ബൈനറി സെർച്ച്. ബൈനറി സെർച്ചിൽ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകറും കൺട്രോൾ അബ്സ്ട്രാക്ഷനും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണത്. ദെൻ എന്തായിരിക്കും ബൈനറി സെർച്ച്, എങ്ങനെയാണ് നമ്മുടെ ബൈനറി സെർച്ച് എങ്ങനെയായിരുന്നു ശ്രീലക്ഷ്മി, നമ്മുടെ ബൈനറി സെർച്ച് എങ്ങനെയായിരുന്നു പറഞ്ഞേ, ബൈനറി സെർച്ച് എങ്ങനെയായിരുന്നു? ബൈനറി സെർച്ച് ഒരു അറേ അല്ലെങ്കിൽ ഇത് നമ്മള് ഡിവൈഡ് ബൈ കറക്റ്റ് മിഡിലായിട്ട് നോക്കും, എന്നിട്ട് അതിനൊക്കെ ഗ്രേറ്റർ ആണോ ലെസർ ദാൻ ആണോ നോക്കും. ഓക്കെ. പിന്നെ ഇനി നമ്മുടെ ശ്രീലക്ഷ്മി ഉണ്ടോ അവിടെ? ശ്രീലക്ഷ്മി താമസാണല്ലോ ജോയിൻ ചെയ്തത്. പറഞ്ഞേ, ശ്രീലക്ഷ്മി ഷാനയൊക്കെ താമസാ ജോയിൻ ചെയ്തത്. പറ, എന്താ നമ്മുടെ ഡിവൈഡ് ആൻഡ് കോൺകർ അല്ല ബൈനറി സെർച്ച്? മിഡിൽ എലമെന്റ് നോക്കിയിട്ട് കേട്ടില്ല, കുറച്ചുകൂടി പറഞ്ഞു. കേട്ടില്ല. മിഡിൽ എലമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ബൈനറി സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലത്തെ അറേ എലമെന്റും താഴത്തെ അറേ എലമെന്റും ഗ്രേറ്റർ ഇങ്ങനെ നോക്കും, മിഡിൽ എലമെന്റിനേക്കാളും ഗ്രേറ്റർ ആണോ ഇങ്ങനെ നോക്കിയിട്ട് ഷാന ഒന്ന് പറഞ്ഞേ, എങ്ങനെ ബൈനറി സെർച്ച്? ഷാനയുടെ പറഞ്ഞ ബൈനറി സെർച്ച് എങ്ങനെയാണ്? ബൈനറി സെർച്ച് പറഞ്ഞേ.
ഷാന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ കൂടെ. നോ റെസ്പോൺസ്. റെസ്പോൺസ് ഇല്ലാത്തത് നമുക്ക് ക്ലാസ്സിൽ വേണ്ട. അവളുടെ ലാപ്പ് സ്റ്റക്ക് ആയി നിൽക്കണം. ഷാനയുടെ ലാപ്പ് സ്റ്റക്ക് ആയി നിൽക്കണം. മൊബൈലിൽ മെസ്സേജ് അയക്കാൻ പറയും. ഓക്കെ. ലാപ്പിൽ നിന്ന് കണ്ടല്ലോ, മൊബൈലിൽ നിന്ന് കയറിയാൽ പോരെ. അപ്പോൾ നമ്മുടെ ബൈനറി സെർച്ച്. അപ്പോൾ ബൈനറി സെർച്ചിൽ നമുക്കറിയാം, നമ്മുടെ ലീനിയർ സെർച്ച് പോലെയല്ല. ബൈനറി സെർച്ചിൽ നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത് ഒന്ന് സോർട്ടൽ ഓർഡറിലായിരിക്കണം നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈനറി സെർച്ച് എക്സാമിനേഷൻ മിക്കവാറും ചോദിക്കാറുള്ള ഒന്നാണ് നമ്മുടെ ബൈനറി സെർച്ച്. അപ്പോൾ ബൈനറി സെർച്ചിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബൈനറി സെർച്ച് ദ എലമെന്റ്സ് ദാറ്റ് ആർ സോർട്ടഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബൈനറി സെർച്ചിൽ നമ്മുടെ എലമെന്റുകൾ എന്ന് പറയുന്നത് എലമെന്റുകളിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ സോർട്ട് ചെയ്തേക്കുന്നതാണ്. A1, A2, എക്സെട്ര AN എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസിംഗ് ഓർഡറിൽ. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ വെദർ ദ ഗിവൺ എലമെന്റ് X ഈസ് പ്രസന്റ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ എല്ലാ ബൈനറി സെർച്ചിൽ നമ്മൾ നോക്കി കഴിഞ്ഞാലും ഒരു ഐറ്റം ഒരു എലമെന്റ് X പ്രസന്റ് ആണോ അല്ലയോ എന്നുള്ളതായിരിക്കും നമ്മൾ ബൈനറി സെർച്ചിൽ ചെക്ക് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ വെദർ ദ ഗിവൺ എലമെന്റ് X ഈസ് പ്രസന്റ് ഇൻ ദ ലിസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് പ്രസന്റ്, അപ്പോൾ ഇവിടെ ഓർക്കുക നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മുടെ എലമെന്റുകൾ എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു എലമെന്റ് ഒരു X എന്ന് പറയുന്ന ഐറ്റം പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് X ഈസ് പ്രസന്റ്, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് J such that A of J equal to X. എന്തായിരിക്കും ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇഫ് X ഈസ് പ്രസന്റ്, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് J such that A of J equal to X. എന്തായിരിക്കും ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? A of J equal to X എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ജെയുടെ വാല്യൂ എന്തായിരിക്കും? ബിബിനെ എന്തായിരിക്കും ജെയുടെ വാല്യൂ? ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്തായിരിക്കും? ഇഫ് X ഈസ് പ്രസന്റ്, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് J such that A of J equal to X. എന്തായിരിക്കും അവിടെ ജെയുടെ മീനിങ്? എന്തായിരിക്കും അവിടെ കണ്ടുപിടിക്കുന്നത്? അത് നമ്മൾ സെർച്ച് ചെയ്ത എലമെന്റ് ആണ് സെർച്ച് ചെയ്ത എലമെന്റിന്റെ പൊസിഷൻ ആയിരിക്കും നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യണത്. അതായത് അപ്പോൾ ഓർക്കുക, J എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നത് എലമെന്റിന്റെ പൊസിഷൻ ആയിരിക്കും. ഇഫ് X ഈസ് നോട്ട് ഇൻ ദ ലിസ്റ്റ്, then J ഈസ് ടു ബി സെറ്റ് 0. ഈസ് ടു ബി സെറ്റ് 0. ഓർക്കുക, എലമെന്റ് നമുക്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്ന ബൈനറി സെർച്ച് മെക്കാനിസത്തിൽ ജെയ്ക്ക് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ X പ്രസന്റ് ആണ്. ജെയുടെ വാല്യൂ 0 ആണ്. ജെയുടെ വാല്യൂ 0 മീൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിലെ എലമെന്റുകൾ ഇല്ല എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഇനി എന്താണ്, നമ്മളിപ്പോൾ ഏത് പ്രോബ്ലം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ പ്രോബ്ലത്തിന് ഒരു സ്മോൾ p വേണം. അപ്പോൾ ഏത് പ്രോബ്ലം നമ്മളിപ്പോൾ ഇത് ബൈനറി സെർച്ച് ചെയ്യാൻ പറഞ്ഞു, ഇനിയിപ്പോൾ കുറച്ചുമ്പോൾ നിങ്ങളോട് ലീനിയർ സെർച്ചോ വേറെ ഏതെങ്കിലും ഓർഡർ ചെയ്യാൻ പറഞ്ഞാൽ ആ ലീനിയർ സെർച്ചിൽ നമുക്ക് ഒരു സ്മോൾ p വേണം. സ്മോൾ p മീൻസ് ലെറ്റ് സ്മോൾ p ബി ട്രൂ ഇഫ് n ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ എടുക്കുന്ന സ്മോൾ p എന്തായിരിക്കും? ലെറ്റ് സ്മോൾ p ഈക്വൽ ടു സ്മോൾ p ബി ട്രൂ ഇഫ് n ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്തായിരിക്കും മീനിങ്? സ്മോൾ p എന്ന് പറയുന്നത്, സ്മോൾ p മീൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഇൻപുട്ടുകളുള്ള സെറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഫംഗ്ഷനെയാണ് നമ്മൾ സ്മോൾ p എന്ന് പറയാം. ഇവിടെ സ്മോൾ p ബി ട്രൂ ഇഫ് n ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ആ സെന്റൻസിന്റെ അതിന്റെ മീനിങ് എന്തായിരിക്കും? മുഹ്സിനെ, അതിന്റെ മീനിങ് എന്തായിരിക്കും അതിന്റെ മീനിങ്? ലെറ്റ് സ്മോൾ p ബി ട്രൂ ഇഫ് n ഈക്വൽ ടു 1. കാരണം ഇത് ഒരെണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വെച്ചാലും എഴുതാൻ പറ്റും. അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ചോദിച്ചാൽ ആദ്യം സ്മോൾ p ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ സ്മോൾ p എന്ന് പറയുന്നത് സ്മോൾ p ബി ട്രൂ ഇഫ് n ഈക്വൽ ടു 1 എന്തായിരിക്കും അതിന്റെ മീനിങ്? മൂസിനെ പറഞ്ഞേ, എന്തായിരിക്കും? എന്തായിരിക്കും അതിന്റെ മീനിങ്? ലെറ്റ് സ്മോൾ p ബി ട്രൂ ഇഫ് n ഈക്വൽ ടു 1. സ്മോൾ p എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും
മിനിമം നമ്പർ ഓഫ് ഇൻപുട്ടുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സബ് പ്രോബ്ലം, അതിനെയാണ് സ്മോൾ പി എന്ന് പറയുന്നത്. ഇവിടെ സ്മോൾ പി എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂ 1 ആകുമ്പോഴാണ് സ്മോൾ പി എന്ന് വെച്ചാൽ എന്തായിരിക്കും? എന്തായിരിക്കും അതിന്റെ മീനിങ്? എന്തായിരിക്കും അതിന്റെ മീനിങ്? അഭിജിത്തെ അറിയാമോ എന്തായിരിക്കും അതിന്റെ മീനിങ്? ആ അറേയില് ഒരു എലമെന്റ് എങ്കിലും വേണം. ഗുഡ്. ആ അറേയിൽ എന്ന് പറയുന്നത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്മോൾ പി ബി ട്രൂ, മൂസിനെ മ്യൂട്ട് ചെയ്തു. സ്മോൾ പി ബി ട്രൂ ഇഫ് n equal to 1. അതായത് ആ അറേയിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട സ്മോൾ പി എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂ ഒരെണ്ണം ആകുമ്പോഴാണ് സ്മോൾ പി. ഇൻ ദിസ് കേസ് the value of j will be 1 if the search is successful, otherwise it will be 0. അതായത് നമ്മുടെ ബൈനറി സെർച്ചിൽ ഇപ്പൊ നമുക്ക് 100 എലമെന്റുകൾ ഉണ്ടെങ്കിലും ഈ എലമെന്റുകളെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും സ്മോൾ പി സെറ്റ് ആക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന സ്മോൾ പിയിൽ നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടീഷൻ സ്മോൾ പി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ 10 ആയിരുന്നു. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സ്മോൾ പി എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഉണ്ടെങ്കിൽ ആ വാല്യൂ അതിൽ പ്രസന്റ് ആണോ അല്ലയോ മാത്രം ചെക്ക് ചെയ്താൽ മതി. സ്മോൾ പി എന്ന് പറയുന്ന വാല്യൂ അതിൽ സ്മോൾ പ്രസന്റ് ആണോ അല്ലയോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇൻ ദിസ് കേസ് the value of j will be 1 if the search is successful, otherwise it will be 0. Then g of 1 equal to theta of 1. അതായത് അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ ഒന്നുമില്ല, ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ പ്രസന്റ് ആണ് അല്ലെങ്കിൽ അല്ല. Then g of 1 equal to theta of 1. അതായത് അവിടെ മിനിമം കേസോ ആവറേജ് കേസോ മാക്സിമം കേസോ ഒക്കെ ഒന്ന് തന്നെയാണ്. ഒറ്റ സെർച്ചിൽ നമുക്ക് ഐറ്റം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നത് ഐഡന്റിഫൈ ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ ഏത് ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡിൽ ഏത് അൽഗോരിതം സോൾവ് ചെയ്യാൻ പറഞ്ഞാലും ആദ്യം അതിന്റെ സ്മോൾ പി ഡിഫൈൻ ചെയ്യണം. അപ്പോൾ സ്മോൾ പി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് സ്മോൾ പി ഈക്വൽ ടു ഏറ്റവും മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു എലമെന്റ് എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ സ്മോൾ പി എന്ന് പറയണ 1 വെച്ചിട്ട് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇവിടെ നോക്കുക, ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ്. ഇഫ് പി ഹാസ് മോർ ദാൻ 1 എലമെന്റ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ കണ്ടേക്കുന്ന എലമെന്റിൽ സ്മോൾ പി എന്ന് പറയുന്നത് ഒരെണ്ണമാണ് നമ്മുടെ സ്മോൾ പി നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഈ സ്മോൾ പി എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇനി അൽഗോരിതം ഡിഫൈൻ ചെയ്യേണ്ടത്, അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ ബൈനറി സെർച്ചിന് നമുക്ക് ഐഡന്റിഫൈ റിസൾട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, സ്മോൾ പി 1 ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നില്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. ഇനി ഇതിനേക്കാൾ കൂടുതൽ എലമെന്റ് ഉണ്ട്. സ്മോൾ പി ഇഫ് പി ഹാസ് മോർ ദാൻ 1 എലമെന്റ് then it can be divided into new subproblems. ഒന്നിലധികം എലമെന്റുകൾ ഉണ്ടെങ്കിൽ, അതായത് ഒന്നാണ് നമ്മുടെ സ്മോൾ പി, ഇനി ഒന്നിലധികം എലമെന്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ അൽഗോരിതത്തിനെ അല്ലെങ്കിൽ ഈ മെത്തേഡിനെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയി ഡിവൈഡ് ചെയ്യണം. എന്തിനാ സബ് പ്രോബ്ലംസ് ആയി ഡിവൈഡ് ചെയ്യേണ്ടത്? കാരണം നമ്മൾ എടുത്തേക്കുന്ന സ്മോൾ പി എന്ന് പറയുന്നത് ഒരു എലമെന്റ് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ എടുത്തേക്കുന്ന സ്മോൾ പിയിൽ 10 എലമെന്റുകൾ ഉണ്ടായിരുന്നു എങ്കിൽ 10ൽ കൂടുതൽ ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം അതിനെ ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന സ്മോൾ പിയിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ഉണ്ടെങ്കിൽ ആ അൽഗോരിതത്തിൽ ഡിവൈഡ് ആൻഡ് കോൺക്വർ അപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. നമ്മൾ എടുത്തേക്കുന്ന സ്മോൾ പിയിൽ 10 എലമെന്റുകൾ വരെ ആകാം എന്നുള്ളതായിരുന്നുവെങ്കിൽ 11 എലമെന്റുകൾ വന്നാൽ മാത്രം ആ അൽഗോരിതത്തിന് ഡിവൈഡ് ആൻഡ് കോൺക്വറിലേക്ക് വിട്ടാൽ മതി, ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ സ്മോൾ പി ഡിഫൈൻ ചെയ്യണം. ആ സ്മോൾ പി ഡിഫൈൻ ചെയ്തിട്ടാണ് ബാക്കി പറയാം. സോ അപ്പോൾ ഇവിടുത്തെ കേസിലേക്ക് വീണ്ടും തിരിച്ചു വരിക. ഇഫ് പി ഹാസ് മോർ ദാൻ 1 എലമെന്റ് then it can be divided into new subproblems. In binary search we jump into the middle of the file where we need to find a of mid, then compare x with the a of mid. ഓർക്കുക ടേമുകൾ, ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. മിഡിൽ വാല്യൂ മീൻസ് a of x ആണ് നമുക്ക് മിഡിൽ വാല്യൂ. നമുക്ക് കമ്പയർ ചെയ്യേണ്ട എലമെന്റ് a of mid ആണ് നമുക്ക് മിഡിൽ വാല്യൂ. മിഡ് ആണ് മിഡിൽ ഇൻഡെക്സ്. a of mid ആണ് അതിൽ മിഡിൽ കിടക്കുന്ന വാല്യൂ. x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. അപ്പോൾ ഒരു എലമെന്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ
ഒരു എലിമെന്റ് അതിലെടുത്തേക്കുന്ന ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. അറേ എന്ന് പറയുന്നത് എ ആണ്. എ ഓഫ് മിഡ് കണ്ടുപിടിക്കണം. എക്സ് കമ്പയർ ചെയ്യണം. ദെൻ കമ്പയർ ചെയ്യണം. ഇഫ് എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് മിഡ്, then the desired element has been found. Successful search ആണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ if x less than a of mid, then x must be in the first part. കണ്ടുപിടിക്കേണ്ട എലിമെന്റുകളെക്കാളും ചെറുതാണ്, നമുക്ക് കിടക്കുന്ന എലിമെന്റുകൾ മിഡിൽ കിടക്കുന്ന എലിമെന്റുകളെക്കാളും ചെറുതാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ എലിമെന്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബൈനറി സെർച്ച് നമുക്ക് ഫെമിലിയർ ആണ്. x must be in the first part. Then രണ്ട്, if x greater than a of mid, then x must be in the second part. x എന്ന് പറയുന്നത് a of ഇതിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, അതിനേക്കാളും വലുതാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും. കാരണം ഇത് ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ മിഡിൽ കിടക്കുന്ന വാല്യൂ അതിനേക്കാൾ ചെറുതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ലെഫ്റ്റ് പാർട്ട്, ആദ്യത്തെ പാർട്ട് നോക്കിയാൽ മതി. മിഡിൽ കിടക്കുന്നതിനേക്കാൾ വലുതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ സെക്കൻഡ് പാർട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഏതാണ് രണ്ട് പാർട്ടുള്ള രണ്ട് പാർട്ട് ചെക്ക് ചെയ്തു. ദെൻ ഇനി എങ്ങനെയാണ് നമ്മൾ റിക്കർസീവ് സെർച്ചും ചെയ്യുന്നത്? If we use recursive procedure of finding the middle key a of mid, then unsearched portion of file, then every successful comparison of x, then അതിനാണ് സമ്മറി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സക്സസ്ഫുൾ സെർച്ചിൽ, അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് ടോട്ടൽ എലിമെന്റുകൾ ഉള്ളത്, ആ ടോട്ടൽ എലിമെന്റുകളുടെ പകുതി പിന്നെ കമ്പയർ ചെയ്താൽ മതി. 10 എലിമെന്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ പകുതി എടുത്താൽ മതി. അടുത്ത പിന്നെ 5 എലിമെന്റ് ആയിരിക്കും. 5 എലിമെന്റ് ഉണ്ടെങ്കിൽ ഒരു പാർട്ടിൽ 3 നമ്പർ, ഓണത്തിൽ 2 എണ്ണം വരും. കാരണം അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാലോ. മിഡിൽ പാർട്ട് കണ്ടുപിടിച്ചാൽ പിന്നെ ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടിൽ അല്ലെങ്കിൽ റൈറ്റ് പാർട്ടിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. രണ്ടും ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നതിന്റെ എങ്ങനെയാണോ പാതി വെച്ചിട്ട് മാത്രം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇതെങ്ങനെയാണ് ഇങ്ങനെ പ്രൊസീജിയർ. അപ്പോൾ ബൈനറി സെർച്ചിന്റെ ഈ പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രൊസീജിയറാണ് ഇനി നമ്മൾ അൽഗോരിതമായിട്ട് എഴുതാൻ പോണത്. എങ്ങനെയായിരിക്കും ബൈനറി സെർച്ചിന്റെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ദാറ്റ് ഈസ് അൽഗോരിതം ബൈനറി സെർച്ച്, BINSRCH, ബൈനറി സെർച്ച് ANX. എന്തായിരിക്കും A, എന്തായിരിക്കും N, എന്തായിരിക്കും X, എന്തായിരിക്കും ANX, എന്തായിരിക്കും ഫാത്തിമ? ANX എന്തായിരിക്കും ഫാത്തിമ? A എന്തായിരിക്കും, N എന്തായിരിക്കും, X എന്തായിരിക്കും? A ഫസ്റ്റ് എലമെന്റ്. എന്തായിരിക്കും ANX? A ഫസ്റ്റ് എലമെന്റ്. നല്ല കൃത്യമായിട്ട്. അടുത്തത് അതെ, N എന്തായിരിക്കും? NX, ANX. അപർണ എന്തായിരിക്കും ANX? ANX ബൈനറി സെർച്ചിൽ ഈ കിടക്കുന്നതിന് ANX എന്തായിരിക്കും? അപർണ ലെഫ്റ്റ് ആയിട്ട്. അനുഗ്രഹ എന്തായിരിക്കും അപർണ? ANX. അനുഗ്രഹ പറഞ്ഞു പെട്ടെന്ന് പറ. എക്സ് കണ്ടുപിടിക്കേണ്ട എലമെന്റ്. യെസ്, എക്സ് കണ്ടുപിടിക്കേണ്ട എലമെന്റ് എന്തായിരിക്കും? A എന്തായിരിക്കും? എല്ലാ നമ്പേഴ്സിന്റെ എണ്ണം. യെസ്, നമ്പർ ഓഫ് ഇൻപുട്സ്. A എന്തായിരിക്കും? ഈ അറേയിലായിരിക്കും എലിമെന്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ A array of A1 is to n of elements in increasing order. A എന്ന് വെച്ചാൽ അറേ ആയിരിക്കും. 1 സ്റ്റാർട്ടിംഗ് എലിമെന്റ്, n എന്ന് വെച്ചാൽ അത്രയും നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടാവും. Then determine x. X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Determine whether x is present and if so, അങ്ങനെ എലിമെന്റുകൾ ഉണ്ടെങ്കിൽ if so set j such that x equal to a of j. ഇനി അങ്ങനെ അല്ലെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ എലിമെന്റുകൾ മാത്രം ഉള്ളെങ്കിൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം. ദെൻ നമ്മുടെ ബൈനറി സെർച്ചിന് നമ്മുടെ മെക്കാനിസം ലോ വാല്യൂ 1, ഹൈ വാല്യൂ n, മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. അതിനാണ് ഈ ബൈനറി സെർച്ചിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്നത്. കാരണം A ഉണ്ട്, n എന്ന് പറഞ്ഞാൽ എത്ര ഇൻപുട്ടുകൾ ഉണ്ടെന്നുള്ളത് x വാല്യൂ ഉണ്ട്. വൈൽ ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈ ഡു, അറിയാലോ, ഇത് മിഡ് ഈക്വൽ ടു ലോ പ്ലസ് ഹൈ ഡിവൈഡഡ് ബൈ 2.
മിഡ് ഈക്വൽ ടു ലോ പ്ലസ് ഹൈ ഡിവൈഡ് ബൈ 2. മിഡിൽ വാല്യൂ കണ്ടുപിടിച്ചു. മിഡിൽ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ദെൻ മിഡ് ഏതായിരിക്കും മാറും? മിഡ് -1. എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് വലുത്. എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് വലുതെങ്കിൽ, അല്ല സോറി, എക്സ് ആണ് ചെറുത്. എക്സിനേക്കാളും നമുക്ക് കണ്ടുപിടിക്കേണ്ട മിഡിനേക്കാളും ചെറുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ എ ഓഫ് മിഡ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള മാത്രം ചെക്ക് ചെയ്താൽ മതി, മിഡ് -1. അങ്ങനെ അല്ലെങ്കിൽ മിഡ് +1, ലോ എന്ന് പറയുന്നത് മിഡ് +1 ആവും, റിട്ടേൺ മിഡ്. ക്ലിയർ? അൽഗോരിതം ക്ലിയർ ആണോ? അത് അൽഗോരിതം, അതായത് ഇത് നമ്മൾ ശരിക്കും നമ്മൾ ബൈനറി സെർച്ച് എങ്ങനെയാണ് എഴുതുന്നത്? ബൈനറി സെർച്ചിന് അതേ സ്റ്റെപ്പാണ്. ബൈനറി സെർച്ചിൽ ലോയും ഹൈയും ഉണ്ടാവും. ലോ എന്ന് പറയുന്നു, ഹൈ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കീ എലമെന്റിന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കീ എലമെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ എ ഓഫ് മിഡും എക്സുമായിട്ട് ചെക്ക് ചെയ്യണം. ഒന്നിലേക്ക് ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ആയിരിക്കും. എക്സ് ലെസ് ദാൻ എ ഓഫ് മിഡ് ആണെങ്കിൽ നമുക്ക് ഇനി നേരെ ആദ്യത്തെ സൈഡിലുള്ള ഫസ്റ്റ് ഹാഫ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? ഹൈയുടെ വാല്യൂ മിഡ് -1 ആവണം. അല്ലെങ്കിൽ എക്സ് ആണ് വലുതെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹൈ മാറേണ്ട ആവശ്യമില്ല. ലോ എന്ത് ചെയ്യണം? മിഡ് +1 ആക്കണം. ഇതാണ് ബൈനറി സെർച്ചിന്റെ ബേസിക് അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഈ അൽഗോരിതത്തിലാണ് നമ്മൾ ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ അൽഗോരിതത്തിലാണ് നമ്മൾ ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാൻ പോവുക. എങ്ങനെയായിരിക്കും ഇതിനകത്ത് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യാം? അപ്പോൾ നോക്കുക, ബൈനറി സെർച്ച് എങ്ങനെയായിരിക്കും ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഇൻഡ് ബൈനറി സെർച്ച് എന്തായിരിക്കും? നമ്മൾ ഇൻഡ് ബൈനറി സെർച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ ടൈപ്പ് നമ്മുടെ ഇൻഡ് ആണ്. കാരണം ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഏതാണെങ്കിൽ ലൊക്കേഷൻ ഏതാണോ ലൊക്കേഷൻ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എ ഓഫ് അറേ ഉണ്ട്, ഇൻഡ് ഐ, ഇൻഡ് 1 ഉണ്ട്, ഐ ഉണ്ട്, ലൊക്കേഷൻ ഉണ്ടല്ലേ, ടൈപ്പ് എക്സ്. ദെൻ അറേയുടെ വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി നമുക്കിവിടെ റിട്ടേൺ ചെയ്യണത് if 1 equal to i. നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് yes 1 equal to i. 1 equal to i means ഒരു എലിമെന്റ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ സ്മോൾ p. അപ്പോൾ if 1 equal to i means there is only one element. ഒരു എലിമെന്റ് മാത്രമേ ഉള്ളൂ, അതായിരിക്കും നമ്മുടെ സ്മോൾ p എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്മോൾ p ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പൊ തന്നെ ഒന്നില്ലെങ്കിൽ അതിന്റെ ഐയുടെ വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. കാരണം ഒരു എലിമെന്റ് മാത്രം ഉള്ളെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ എലിമെന്റ് ചെക്ക് ചെയ്തു, ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇനി ഒന്നിലധികം എലിമെന്റുകൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബൈനറി സെർച്ചിലേക്ക് നമ്മൾ പോയാൽ മതി. അപ്പൊ ആ ബൈനറി സെർച്ചിലേക്ക് എങ്ങനെയായിരിക്കും പോവുക? എൽസ് പാർട്ടിലേക്ക് വന്നു. അപ്പൊ ഈ ബൈനറി സെർച്ച് എഴുതാനുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മോളിൽ കണ്ടിട്ടുണ്ട്. അതിലേക്ക് മാത്രം കോൾ ചെയ്താൽ മതി. ഒന്നിലധികം ഫംഗ്ഷൻസ്, ഒന്നിലധികം എലമെന്റുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൽസ് പാർട്ടിലാണെങ്കിൽ എന്ത് ചെയ്യണം? റെഡ്യൂസ് പി ഇൻറ്റു സ്മോളർ സബ് പ്രോബ്ലം. ഈ സ്മോളർ സബ് പ്രോബ്ലം ആയിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യണം. ആ റെഡ്യൂസ് ചെയ്യാനാണ് നമുക്ക് ബൈനറി സെർച്ച് ആവശ്യമായിട്ട് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് ഈക്വൽ ടു i plus 1 divided by 2. I plus 1 divided by I plus 2 is L ആണ് കേട്ടോ. Divided by 2. സ്മോളസ്റ്റും ലാർജസ്റ്റും I എന്ന് പറയുന്നത് ഇൻഡെക്സ് വാല്യൂ ആണ്. Divided by 2. Then if x equal to a of mid, then return mid. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ബൈനറി സെർച്ചിലേക്ക് വരണം. അപ്പൊ എന്ത് ചെയ്യണം? a ഉണ്ട്, I ഉണ്ട്, mid -1. Mid -1 മീൻസ് അതിന്റെ ലാസ്റ്റ് കിടക്കുന്ന വാല്യൂ ഫസ്റ്റ് ഹാഫ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഈ ഫസ്റ്റ് ഹാഫ് ആണ് മിഡ് -1. ഇനി ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? മിഡ് +1 മാത്രം. അപ്പോൾ നേരത്തെ അൽഗോരിതം ക്ലിയർ ആണെങ്കിൽ ഇത്രയും ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇത്രയും ഭാഗം മീൻസ് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു ഭാഗം കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ കേസ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എലിമെന്റ് മാത്രമേ ഉള്ളൂ. ഒരു എലിമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ ഒറ്റ ചെക്കിങ്, അത് മിഡ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ ടൈം മാത്രം നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. സിംഗിൾ ടൈം നമ്മൾ ചെക്ക് ചെയ്തു. ആ സിംഗിൾ ടൈം എവിടെയാണോ ആ സിംഗിൾ ടൈം മാത്രം നമ്മൾ ചെക്ക് ചെയ്തു. ദെൻ x equal to a of i, റിട്ടേൺ i. ഇനി ഒന്നിലധികം എലിമെന്റുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എൽസ് പാർട്ടിലേക്ക് വന്നു. മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് പ്രോബ്ലത്തിനെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഇൻഡ് മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഇൻഡ് മിഡ് ഈക്വൽ ടു i plus 1 divided by 2. I plus 1 അല്ല, I plus L divided by 2. ലോവസ്റ്റ് വാല്യൂ ഡിവൈഡ് ചെയ്തു, 2 കണ്ടുപിടിച്ചു, മിഡ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യും. എക്സും മിഡുമായിട്ട് ചെക്ക് ചെയ്യും. എക്സും മിഡും ഓക്കെ ആണെങ്കിൽ റിട്ടേൺ മിഡ്, അതായത് ആ വാല്യൂ കണ്ടുപിടിച്ചു. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം?
ആ നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയി ഡിവൈഡ് ചെയ്യണം. സബ് പ്രോബ്ലംസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് എക്സ് ലെസ് ദാൻ എഫ് മിഡ് വരാം, അതായത് എക്സ് ആണ് ലെസ് ദാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് ഫസ്റ്റ് ഹാഫ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഫസ്റ്റ് ഹാഫ് കൺസിഡർ ചെയ്യുമ്പോൾ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് മിഡ് -1 ആവും. ഐ അത് തന്നെ മിഡ് -1 ആവും. ഇനി അങ്ങനെയല്ല, അതിന് എക്സ് ആണ് വലുത്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐറ്റം ആണ് വലുത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ഹാഫ് ചെക്ക് ചെയ്താൽ മതി. സെക്കൻഡ് ഹാഫ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡെക്സ് ഫസ്റ്റ് വാല്യൂ ഐ എന്ന് പറയുന്നത് മിഡ് +1 ആവും. ലാർജസ്റ്റ് തന്നെ എക്സ് വാല്യൂ. ക്ലിയർ ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ? അൽഗോരിതത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ല? Doubts? Bibin, Fatima, Gogul, Gyan, Harun. Doubts? Yeah. Clear? Anigraha, Fatima, Gogul. Clear answer. Yes. Pranav, Husin. Clear? Clear answer. അടുത്ത നമ്മുടെ ബൈനറി സെർച്ച്. അപ്പോൾ നമ്മുടെ അടുത്തൊരു എക്സാമ്പിൾ കൊണ്ട് നമ്മൾ ബൈനറി സെർച്ചിൽ സ്പെസിഫൈ ചെയ്യണം എങ്ങനെയായിരിക്കും നമ്മൾ ബൈനറി സെർച്ചിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോട്ട് ചെയ്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ, നോട്ട് ചെയ്തോ. സ്ക്രീൻഷോട്ട് എടുത്തോ, എന്നിട്ട് നോട്ട് ചെയ്തോ. എന്നിട്ട് ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ലോ, എങ്ങനെയാണ് ഹൈ, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ബൈനറി സെർച്ചിൽ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Let us illustrate binary search on the following 9 elements. 1, 2, 3 for index value. Element equals 15, -6, 0, 7, 9, 23, 54, 82, 101. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് 101 ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 101 എന്ന് പറയുന്ന എലമെന്റുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്തു? ലോ എഴുതി, ഹൈ എഴുതി. ഫസ്റ്റ് കേസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഓരോന്നും നിങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ട്. അത് ഞാൻ പറഞ്ഞു തരില്ല, നാളെ ചെയ്യേണ്ടതാണത്. ലോ എഴുതി, ഹൈ എഴുതി. ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സ്. ഹൈ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സ്. then അതിന്റെ മിഡിൽ ഇൻഡെക്സ് ചെക്ക് ചെയ്തു. ദാറ്റ് ഈസ് മിഡിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ദിസ് 1 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 9 + 1 ഡിവൈഡ് ബൈ 2. അപ്പോൾ 5 കിട്ടി. 5 മിഡിൽ വാല്യൂ എടുത്തു. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ മിഡിൽ വാല്യൂ. മിഡിൽ വാല്യൂ ചെക്ക് ചെയ്തു. മിഡിൽ വാല്യൂ ചെക്ക് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കും. മിഡിൽ വാല്യൂ എക്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. മിഡിൽ കിടക്കുന്ന വാല്യൂ 9 ആണ്. 9നേക്കാൾ വലുതാണ് 101 എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, 9നേക്കാൾ വലുതാണ് 101 എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഇനി എനിക്ക് 101നേക്കാൾ വലുതായതുകൊണ്ട് ഈ പാർട്ട് ആവശ്യമില്ല, ഇത് ഞാൻ കളഞ്ഞു. എന്നിട്ട് അടുത്തത് എടുത്തു. അടുത്തത് ലോ എന്താവും? മിഡ് +1. മിഡ് മീൻസ് മിഡിന്റെ ഇൻഡെക്സ് +1. ഇപ്പൊ ഇതാവും ലോ എന്ന് പറയുന്നത്. 6 ആയിരിക്കും ലോ. ദാറ്റ് ഈസ് 6 ലോ ആയി. 9 മാറ്റം ഒന്നുമില്ല, 9 ആയി. ഇൻഡെക്സ് വാല്യൂ കാണണം, മിഡ് വാല്യൂ കാണണം. 6 + 9, 15 ഡിവൈഡ് ബൈ 2, 7.5. 7 എടുത്തു. 7 കിടക്കുന്നത് 54 ആണ്. കമ്പയർ ചെയ്ത് നോക്കും. എക്സും 54 കമ്പയർ ചെയ്ത് നോക്കും. എക്സും 54 കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ് ആണ് വലുത്. അപ്പൊ എന്ത് ചെയ്തു? ഇതിന് ബാക്കിലേക്കുള്ളത് ഇത് ആവശ്യമില്ല. അപ്പൊ മിഡ് മാറ്റണം, ലോ മാറ്റണം. ലോ 7 എന്നുള്ളത് 8 ആയിട്ട് മാറി. ലോ 7 എന്നുള്ള 8 ആയിട്ട് മാറി. ലാസ്റ്റ് വാല്യൂന് മാറ്റമൊന്നുമില്ല, 9 തന്നെ. ദെൻ 9 കിട്ടും. 17 ഡിവൈഡ് ബൈ 2, 8 പോയിന്റ് സംതിങ്. അതിൽ 8 എടുത്തു. ചെക്ക് ചെയ്ത് നോക്കും. 8 എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. 8th വാല്യൂ ഇവിടെയാണ് കിടക്കുന്നത്. 82 ആണ്. 82 ലെസ് ദാൻ 101 ആണ്. 82 ലെസ് ദാൻ 101 ആണ്. അപ്പൊ എന്ത് ചെയ്തു? ബാക്കിലേക്കുള്ള ആവശ്യമില്ല. അതായത് ഇത് മുതൽ ബാക്കിലേക്കുള്ളത് ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്തു? അടുത്തെടുത്തു. 9, ഒന്നുകൂടി 9. ഇത് മാറ്റമൊന്നുമില്ല. 9 + 9 ഡിവൈഡ് ബൈ 2, 9. ചെക്ക് ചെയ്ത് നോക്കും. 9 കിടക്കുന്ന വാല്യൂ 101 ഈക്വൽ ടു 101. സോ എന്ത് ചെയ്തു? ഐറ്റം ഫൗണ്ട് ചെയ്തു.
അപ്പൊ ഇവിടെ ടോട്ടല് എത്ര കമ്പാരിസൺ കിട്ടി? ഒന്നാമത്തത് ഫസ്റ്റ് കമ്പാരിസൺ, ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് വൺ, സെക്കൻഡ് കമ്പാരിസൺ, തേർഡ് കമ്പാരിസൺ. സോറി, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പാരിസൺ, ഇവിടെ ഹൈ ആൻഡ് ലോ ആദ്യം കമ്പയർ ചെയ്ത് വരില്ല, ഇവിടെയാണ് കമ്പാരിസൺ വന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് കമ്പാരിസൺ. ഒന്ന് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. ഇങ്ങനെ 4 കമ്പാരിസൺ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടി. 101 എടുത്തു, 4 കമ്പാരിസൺ കഴിഞ്ഞു, നമുക്ക് ആൻസർ കിട്ടി. അടുത്ത സ്റ്റേജിലേക്ക് ക്ലിയർ ആയോ? 101 4 കമ്പാരിസൺ നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത നമ്മുടെ ഹോംവർക്ക് ആണ്. അടുത്ത ഹോംവർക്ക് എന്ന് പറയുന്നത് 82 എടുക്കുക. ഹോംവർക്ക് ചെയ്യുക. സെർച്ചിങ് ഫോർ 82, x ഈക്വൽ ടു 82. ഇതേപോലെ തന്നെ ചെയ്തിട്ട് എത്ര കമ്പാരിസണിൽ 82ന് ആൻസർ കിട്ടും എന്ന് നോക്കുക. അത് രണ്ടാമത്തത്. അടുത്ത മൂന്നാമത്തത് 54 എടുക്കുക. സെർച്ചിങ് ഫോർ 54, എത്ര കമ്പാരിസണിൽ ആൻസർ കിട്ടും നോക്കുക. അങ്ങനെ ഓരോന്നും -15 വരെ എടുക്കുക. ഓരോ കമ്പാരിസണും എത്ര ആൻസർ കിട്ടും നോക്കുക. എത്ര ഓരോ ആൻസറിനും എത്ര കമ്പാരിസൺ വരും നോക്കുക. അതൊക്കെ ശേഷം ഒരു 10 എടുക്കുക. സെർച്ചിങ് x ഫോർ 10, അൺസക്സസ്ഫുൾ സെർച്ച് ആണ്. അതിന് എത്ര കമ്പാരിസൺ വരും നോക്കുക. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നാളത്തേക്ക് നോക്കി ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നാളെ വരുമ്പോൾ നമുക്ക് ആ പേപ്പർ ഷെയർ ചെയ്യാം. ക്ലിയർ ആയോ? Yes sir. ക്ലിയർ? Yes sir. ഈ ഡൗട്ട്സ്? അപ്പോൾ എത്ര കമ്പാരിസൺ വരും എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇത് ഒരെണ്ണം നമ്മൾ ചെക്ക് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഈ ഡിവൈഡ് ആൻഡ് കോൺകറിൽ ഏത് എസ്സേ വന്നാലും ചെയ്യാൻ പറ്റും. ഇതേ ചോദിക്കുള്ളൂ, ഇങ്ങനെ ഓരോന്നും ചോദിക്കുള്ളൂ, ഓരോ പ്രോബ്ലം ഇങ്ങനെ ചോദിക്കുള്ളൂ. അത് ചോദിച്ചു കഴിഞ്ഞാൽ 15 മാർക്കിന് ചോദിക്കുന്നെങ്കിൽ ഈ കമ്പാരിസൺ ഉൾപ്പെടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മുഴുവൻ മാർക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.